1.5 ലക്ഷം രൂപയാണ് ഫേസ്ബുക്കിൽ നിന്നാണ്. കിട്ടുമോ? പറഞ്ഞുതരാം. ഞങ്ങളെല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അതേ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റുകൾ ഇങ്ങനെ ഒരുപാട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് എത്ര രൂപ നമുക്ക് വരുമാനം കിട്ടും, 1.5 ലക്ഷം രൂപയൊക്കെ കിട്ടുമോ, അതൊക്കെ സത്യമാണോ, എങ്ങനെയാണ് അത് മോണിറ്റൈസ് ചെയ്യുക, അതെങ്ങനെയാണ് പൈസ കിട്ടുക, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എൻ്റെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ ചാനൽ എങ്ങനെയാണ് ഇത് മോണിറ്റൈസ് ആവുന്നത്, എങ്ങനെ നമുക്ക് പൈസ കിട്ടുന്നതൊക്കെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ആദ്യം നിങ്ങൾ ആ സത്യാവസ്ഥ മനസ്സിലാക്കുക. നമ്മൾ ഓടി വെറുതെ കുറേ പോസ്റ്റുകൾ കൊണ്ടുവന്നിട്ടോ നമ്മൾ വാരി വലിച്ച് പോസ്റ്റുകൾ ചെയ്തിട്ടൊന്നും നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് 5 പൈസ കിട്ടില്ല. ചിലപ്പോൾ നമുക്ക് പ്രൊഫഷണൽ മോഡൊക്കെ നമുക്ക് ചിലപ്പോൾ ഓൺ ആയിട്ടുണ്ടായിരിക്കും, മോണിറ്റൈസേഷൻ കാണിക്കും, പൈസയൊന്നും ചിലപ്പോൾ അങ്ങനെ കിട്ടിയെന്ന് വരില്ല. അതിന് കൃത്യമായിട്ട് ഫേസ്ബുക്ക് പറയുന്ന, മെറ്റയുടെ കീഴിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആഡ്സെൻസിൽ പറയുന്ന നിയമാവലികൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പൈസ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഫേസ്ബുക്ക് നമുക്ക് അങ്ങനെ പൈസ തരുള്ളൂ. കാരണം നമുക്ക് ആഡ്സെൻസ് ആദ്യം ഓൺ ആവണം. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പോഴും പലർക്കും പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പൈസ കിട്ടുന്നവരോട് പറയുന്നവരോട് ചോദിച്ചാൽ പോലും അവരുടെ അടുത്ത് കറക്റ്റ് കാണിച്ചു തരാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതിന് ഒരുപാട് സമയം കളയുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണും. എനിക്കങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ ചെയ്യുന്ന സംഭവം ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുക. അതിൽ നമ്മുടെ ഈ 3 ഡോട്ട് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ഒരു സപ്പോർട്ട് കാണാം. ജസ്റ്റ് ആ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വരും. അപ്പോൾ എനിക്കിവിടെ പേ ഔട്ടിൻ്റെ അവിടെ ഒരു റെഡ് ഡോട്ട് കണ്ട, എനിക്കിങ്ങനെ അത് ക്ലിയർ ചെയ്യാനാണ്. നോർമലി ആദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് ശരിക്കും ആദ്യം ചെക്ക് ചെയ്യാം. ഇതിൻ്റെ അടിയിൽ സപ്പോർട്ട് ഇൻബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പ് വേണ്ട. ഈ സപ്പോർട്ട് ഇൻബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒരു പേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ റിപ്പോർട്ട്സ് അബൌട്ട്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ യുവർ അലേർട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ പേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ യുവർ അലേർട്ടിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കും. ഇപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ ഓരോ വീഡിയോസിൻ്റെ നേരെ ഇപ്പോൾ ഓരോ വിഷയങ്ങളായിരുന്നു. ഇതൊക്കെ എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്ന വീഡിയോസായിരുന്നു. ഇതൊക്കെ ഞാൻ അതിൽ കയറിയിട്ട് ക്ലോസ് ചെയ്തു. കാരണം എനിക്കിതൊന്നും ഡെലിറ്റ് ചെയ്യാനും പറ്റില്ല ഈ വീഡിയോസൊക്കെ. കാരണം ഈ വീഡിയോസൊക്കെ അത്യാവശ്യം വ്യൂസ് റീച്ചും പോയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നമുക്ക് ഡെലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലത്തെ മ്യൂസിക്കുകൾ നമുക്ക് കോപ്പിറൈറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കോപ്പിറൈറ്റ് മാറ്റിയിട്ട് ആ മ്യൂസിക്കുകൾ മാറ്റിയിട്ട്, അവിടെ ചിലതിലൊന്നും ഇപ്പോൾ മ്യൂസിക് ഇല്ല, ചിലതിൽ മ്യൂസിക് ഉള്ളത് നമ്മൾ അവർക്ക് ഷെയർ കൊടുക്കും. അതായത് ഈ മ്യൂസിക്കിൻ്റെ കോപ്പിറൈറ്റർക്ക് അവർക്ക് നമ്മുടെ ഇതിൻ്റെ പ്രോഫിറ്റ് ഷെയർ നമ്മൾ ഡീൽ ഓക്കെ ആക്കും. അപ്പോൾ അവർ ഓക്കെ ആകുമ്പോഴാണ് ഓരോ പ്രശ്നം കഴിയണത്. ഇതിലിപ്പോൾ ഒരു കഴിയാത്തൊരു സംഭവം എടുക്കേണ്ടത്. ഇതിലിപ്പോൾ ഈ ജനുവരി 11, 2025 ഒരു പ്രോബ്ലം കിടക്കണ്ട. യുവർ മെസ്സേജ് ഗോസ് അഗേൻസ്റ്റ് അവർ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ആൻഡ് സെക്സ്വൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിടക്കുന്നുണ്ട്. ഈ സാധനം എനിക്കിപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ഇതുപോലത്തെ 2 കൂടെ എനിക്ക് ക്ലിയർ ആവുള്ളൂ. പക്ഷേ ഇത് വലിയ വിഷയമല്ല. നമുക്ക് ഇതിങ്ങി ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കേസ് നമ്പർ കിട്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർക്ക് അപ്പീൽ ചെയ്തിട്ടുണ്ട്. അത് ക്ലിയറായി വരണം. പക്ഷേ നമുക്കിത് വലിയ പ്രശ്നം വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡെലിറ്റ് ചെയ്തു. ഈ സാധനങ്ങളൊന്നും നമുക്ക് ഡെലിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡെലിറ്റ് ആവില്ല ഈ സംഭവങ്ങൾ. അങ്ങനെയാണ് ഇതിലത്തെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ പറ്റുക. ആദ്യം നമ്മുടെ പേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എടുക്കണമെങ്കിൽ അറിയാൻ പറ്റുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടവർക്ക് ഇവിടം വരെയുള്ള സെറ്റപ്പുകൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഇടയിൽ കമൻ്റായിട്ട് ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിൽ പറഞ്ഞല്ലോ, എനിക്ക് ഇതുപോലെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തീർക്കാനായിട്ട് ഒരുപാട് പേരെടുത്ത് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കൃത്യമായിട്ടുള്ള അറിവുകളൊന്നും മെസ്സേജൊന്നും പാസ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിനേക്കാൾ അറിവുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇത് വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരം. അടുത്ത സെക്ഷൻ എങ്ങനെ ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും എൻ്റെ ഈ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും നമസ്കാരം.